എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 17-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവിയെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. ഫസ്റ്റ് ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐ നോബഡി. നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ മാസ് ആക്ഷനുകളും കാർ ചേസുകളും നിറഞ്ഞ് വളരെ ആകാംക്ഷയോടെ കാണാൻ കഴിയുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരനായ രാജീവൻ അപ്രതീക്ഷിതമായി ഒരു ബാങ്ക് കൊള്ളയ്ക്ക് സാക്ഷിയാകുന്നതും കൊള്ളക്കാർ അദ്ദേഹത്തെ ബന്ദിയാക്കുന്നതും ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഹക്കീം ഷാജഹാൻ, വിജയരാഘവൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ ഡിസാസ്റ്റർ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 20 കോടി മുതൽ 35 കോടി രൂപ വരെയാണ്. എന്നാൽ ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 14 കോടി 14 ലക്ഷം മുതൽ 15 കോടി 30 ലക്ഷം വരെയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 25 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ചൈനീസ് മോൺസ്റ്റർ ആക്ഷൻ ചിത്രമാണ് സ്നേക്സ് 5 മോൺസ്റ്റർ സിറ്റി. സയൻസ് പരീക്ഷണങ്ങൾ പാളിയതിനെ തുടർന്ന് പ്രകൃതിയുടെ തിരിച്ചടിക്ക് കാരണമായ നഗരത്തിൽ ഒരു ഭീമൻ പാമ്പും മറ്റ് ചരിത്രാതീത കാലത്തെ ക്രൂരജീവികളും പ്രത്യക്ഷപ്പെടുന്നു. ഇവ നഗരത്തിലെ കെട്ടിടങ്ങൾ തകർക്കുകയും ജനങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നഗരത്തിലെ വലിയ കെട്ടിടങ്ങൾക്ക് ചുറ്റും ഭീമൻ പാമ്പ് വരിഞ്ഞു മുറുക്കുന്ന രംഗങ്ങളും മികച്ച വിഷ്വൽ എഫക്റ്റുകളും ഈ ചിത്രത്തിന്റെ ആകർഷണീയതയാണ്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷയിൽ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് ഹൊറർ കോമഡി ചിത്രമാണ് കൊറിയൻ കനകരാജു. വരുൺ തേജ്, സത്യ, ഋതിക നായക് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ സിനിമയിൽ ഒരു കൊറിയൻ ഗുണ്ടയുടെ ചിതാഭസ്മം അടങ്ങിയ പാത്രം അവിചാരിതമായി ഇന്ത്യയിലെ പെനുകൊണ്ട എന്ന ഗ്രാമത്തിൽ എത്തുന്നതും ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന കനകരാജുവിന്റെ ശരീരത്തിൽ ഈ ആത്മാവ് പ്രവേശിക്കുന്നു. ഇതോടെ കനകരാജു പെട്ടെന്ന് കൊറിയൻ ഭാഷ സംസാരിക്കാനും കൊറിയൻ ഗാങ്സ്റ്ററിനെ പോലെ പെരുമാറാനും തുടങ്ങുന്നു. അങ്ങനെ ആ കൊറിയൻ ഭാഷ തർജ്ജമ ചെയ്തപ്പോൾ ആ ആത്മാവിന്റെ ലക്ഷ്യം കൊറിയയിലുള്ള തന്റെ ഭാര്യയെയും കുട്ടിയെയും അവസാനമായി ഒരു തവണ കാണണമെന്നുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. സെപ്റ്റംബർ മാസം 4 മുതൽ തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മൈക്കിൾ സർണോസ്കി സംവിധാനം ചെയ്ത് ഹ്യൂ ജാക്മാൻ, ജോഡി കോമർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഡാർക്ക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദ ഡെത്ത് ഓഫ് റോബിൻ ഹുഡ്. ടെൻഡോർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദ ജംഗിൾ. അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, പരേഷ് റാവൽ, ജാക്വലിൻ ഫെർണാണ്ടസ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹോളിവുഡ് ക്രൈം ത്രില്ലർ ചിത്രമാണ് അനിമൽസ്. ബെൻ അഫ്ലെക് സംവിധാനം ചെയ്ത് ബെൻ അഫ്ലെക്, കെറി വാഷിംഗ്ടൺ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് ആണ്. ഒക്ടോബർ മാസം 9 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ട്രൂ ക്രൈം ഡോക്യുമെന്ററി ഫിലിമാണ് ചോംപു ലോസ്റ്റ് ആൻഡ് ഫോർഗോട്ടൺ. തായ്ലാന്റിൽ 2020 കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത 3 വയസ്സുകാരി പെൺകുട്ടിയുടെ യഥാർത്ഥ തിരോധാനത്തിന് അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 20 മുതൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം സൈക്കോളജിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഉന്മാദം. കിരൺ ദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും ലിജോ മോൾ ജോസുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 7 കോടി രൂപയും ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടി 72 ലക്ഷമാണ്. സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ഓൺ റിലീസായി തിയേറ്ററിൽ എത്തുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഖലീഫ. ദുബായ് പശ്ചാത്തലമായി ഒരുക്കുന്ന ഈ ചിത്രം 2 ഭാഗങ്ങളായാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ഈ സിനിമയിൽ പ്രധാന അതിഥി വേഷത്തിലെത്തുന്ന മോഹൻലാൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. പോക്കിരാജയ്ക്ക് ശേഷം പൃഥ്വിരാജും വൈശാഖവും നിൽക്കുന്ന ഈ സിനിമയിൽ മാളവിക ശർമ്മയാണ് നായികയായി എത്തുന്നത്. ജിനു ഇന്നോവേഷന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ മോഹൻലാൽ നായകനായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ദ്രൻസ്, രഞ്ജി പണിക്കർ, മോഹിനി, സഞ്ജു ശിവരാം, ശിവജിത്ത്, ഷെമ്മി തിലകൻ എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തും വിദേശ മാർക്കറ്റിലും രാവിലെ 9 മണിക്ക് മാത്രമേ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓൺ റിലീസായി ഓഗസ്റ്റ് മാസം 20 ഈ ചിത്രം തിയേറ്ററുകളിലെത്തും. അടുത്തൊരു ഹിന്ദി ഫാന്റസി അഡ്വഞ്ചർ ചിത്രമാണ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് സൂപ്പർ ഹീറോ. നാഷണൽ അവാർഡ് ജേതാവായ മനീഷ് സൈനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജാക്കി ഷറഫാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ കോമഡിയും ആക്ഷൻ നിറഞ്ഞ നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഈ ചിത്രം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം ഹൊറർ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ മൂവിയാണ് അരൂപി. അഭിലാഷ് വാര്യർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വൈശാഖ് രവി, നേഹ ചൗള, ജോയ് മാത്യു എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ്, ലയൺസ്ഗേറ്റ് പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ലെനിൻ. അഖിൽ അക്കിനേനി പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ഇപ്പോൾ C5 തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.